ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 102 രണ്ടാം തിരുവചനം. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്നും മുഖം മറയ്ക്കരുത്. അങ്ങ് എനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ. നമ്മൾക്കെല്ലാവർക്കും കഷ്ടതയുടെ ദിനങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നിരിക്കുന്നത്? ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താണ് എന്ന് കർത്താവിൻ്റെ അടുക്കൽ പരിഭവങ്ങൾ പറയാറുണ്ട്. നമ്മൾക്ക് കഷ്ടതയും ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഈ കഷ്ടതയിൽ, ഈ ദുരിതത്തിൽ, ഈ പ്രശ്നങ്ങളുടെ സമയത്ത്, എൻ്റെ ഈ ആകുലതകളുടെ നേരത്ത് അങ്ങ് എന്നിൽ നിന്നും മുഖം മറയ്ക്കരുതേ എന്ന് നമ്മൾ നമ്മുടെ പിതാവായ ദൈവത്തോട് പറയണം. അതാണ് തിരുവചനത്തിലൂടെ പറയുന്നത്. നമ്മൾക്ക് കഷ്ടതകൾ വരുമെന്ന് ദൈവത്തിനറിയാം, സഹനങ്ങൾ വരുമെന്ന് ദൈവത്തിനറിയാം. ആ അപ്പൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ചോദിക്കുന്നില്ല. നമ്മൾ അതിന് നേരം പരിഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചോദിക്കുക, കർത്താവേ, എൻ്റെ ഈ സഹനത്തിൻ്റെ സമയത്ത്, എൻ്റെ ഈ രോഗത്തിൻ്റെ നേരത്ത് അങ്ങ് എന്നിൽ നിന്നും മുഖം മറച്ചിരിക്കരുത്. അങ്ങയുടെ അടുക്കൽ ഞാൻ പറയുന്നത് കേൾക്കുവാൻ അങ്ങ് ചെവി തരണം. എനിക്ക് അങ്ങയോടല്ലാതെ വേറെ ആരോടും പറയാനില്ല. ഞാൻ എൻ്റെ അവസ്ഥ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങയോട് പറയുമ്പോൾ അത് പരിഹരിക്കുവാൻ അങ്ങ് എനിക്ക് ഉത്തരമരുളണം. എന്ത് നല്ല പ്രാർത്ഥനയാണ്! നമ്മുടെ ദുഃഖത്തിൻ്റെ സമയത്ത്, നമ്മുടെ ദുരിതത്തിൻ്റെ സമയത്ത്, നമ്മുടെ വേദനയുടെ സമയത്ത്, രോഗത്തിൻ്റെ സമയത്ത്, ജീവിത പങ്കാളികളെക്കുറിച്ച് വേദനിക്കുമ്പോൾ, മക്കളെക്കുറിച്ച് വേദനിക്കുമ്പോൾ, പരിഭവങ്ങൾ പറയുന്നതിന് പകരം നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഈ വേദനയുടെ സമയത്ത് അങ്ങ് എന്നിൽ നിന്നും മുഖം മറയ്ക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കുവാൻ കർത്താവേ, നീ എനിക്ക് ചെവി തരണം. ഞാൻ ആഗ്രഹിക്കുന്ന എന്താണോ, ഞാൻ പറയുന്ന എന്താണോ, ഞാൻ ചോദിക്കുന്നത് എന്താണോ, അത് സാധിച്ചു തരാൻ അങ്ങ് എന്നോട് കനിവാകണം. ഈ ദൈവവചനം ശ്രവിക്കുന്ന, അത് മറ്റുള്ളവരിലേക്ക് ഒരു സുവിശേഷ വേല പോലെ ഷെയർ ചെയ്യുന്ന എല്ലാ മക്കൾക്കും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാണേലും അവർക്കെല്ലാവർക്കും ഈ വചനം ധൈര്യമാകട്ടെ, ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.